ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് ഓട്സ്. ഈ ചെറിയൊരു ബൗൾ നിറച്ച് ഓട്സ് എടുക്കുക. ഇതൊരു 10 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മാതള നാരങ്ങ, നന്നായിട്ട് പഴുത്ത ഒരു മാതള നാരങ്ങ. പിന്നെ 2 പീസ് ബ്രെഡ് നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. പാലിൻ്റെ അളവെന്ന് പറയുന്നത് ഈ ഓട്സിൻ്റെ ബൗളിൽ തന്നെ 3 ബൗള് പാലെടുക്കുക. അതായത് ഈ സെയിം ബൗളിൽ ഒരു 3 ബൗള് പാൽ നമ്മൾ എടുക്കുക. ഓട്സ് എടുത്തിരിക്കുന്നത് ആ ഒരു ചെറിയ ബൗളല്ലേ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പാൽ തിളപ്പിച്ച് എടുക്കാനായിട്ടൊരു പാത്രം എടുത്ത് പാത്രത്തിലേക്ക് പാലൊഴിച്ച് തിളപ്പിച്ച് കൊണ്ടുവരാം. പാല് പെട്ടെന്ന് തിളയ്ക്കുന്നതുകൊണ്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് എങ്ങോട്ടും പോകണ്ട. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ പാലിലിട്ട് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇത് നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കാസറോളോ എന്തെങ്കിലും ചൂട് ആറാത്ത എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ പാല് ഒഴിച്ചിട്ട് നമ്മുടെ ഓട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5-6 മിനിറ്റ് അങ്ങനെ ഇരുന്ന് അത് തനിയെ കുക്കായിക്കോളും. കാരണം തിളച്ച പാലിലേക്ക് നമ്മൾ ഓട്സ് ഇട്ട് വയ്ക്കുന്നത്. നമ്മൾ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യാതെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഹെൽത്തി എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന്. ഇത് ഇരുന്ന് കുക്കാകുമ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. ആദ്യം നമുക്ക് ബ്രെഡ് എടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ഒന്ന് ചെറിയ പീസുകളാക്കി എടുക്കാം. ഇതൊരല്പം നെയ്യ് ചേർത്തിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇതേപോലെ ചെറിയ പീസുകളാക്കി എടുത്താൽ മതി. അപ്പം നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പാന് സ്റ്റൗവിൽ വെച്ച് നമ്മൾ അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇത് ഞാൻ ഉരുക്കിയെടുത്ത നെയ്യാണിത്. കുറച്ച് നെയ്യ് മതി, കൂടുതലൊന്നും ഇടണ്ട. അപ്പോൾ ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാതള നാരങ്ങ തൊലിയൊക്കെ കളഞ്ഞ് അടർത്തിയെടുത്ത് വയ്ക്കാം. നന്നായിട്ട് നല്ല ചുവപ്പ് കളറുണ്ട്. നമ്മുടെ അപ്പം ഇതിലേക്ക് ഓട്സിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓട്സും കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സെറ്റാക്കി എടുക്കാം. ആദ്യം നമുക്ക് ഒരു ലെയർ മാതള നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ നമുക്ക് ഒരു ലെയർ ഓട്സ് ഒഴിച്ചു കൊടുക്കാം. ഓട്സ് ഇത്രയും കുറുകണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാലോ ചൂടുവെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഒരു ലെയർ നമ്മൾ ഓട്സ് ഇട്ടു. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഓട്സ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ക്രിപ്സി പോലെ കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് ഇത് ബ്രെഡ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു ലെയറും കൂടെ ഓട്സ് ഒഴിച്ച് കൊടുക്കുന്നു. അതിൻ്റെ മീതെ വീണ്ടും നമ്മൾ ഒരു ലെയർ മാതള നാരങ്ങ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ, വേണ്ടവർക്ക് നമ്മുടെ ഇഷ്ടം പോലെ എന്തൊക്കെ വേണമെങ്കിലും നമുക്കിതിൽ ഗാർണിഷ് ചെയ്യാം. അപ്പം ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്.